മാനസമീര എന്ന 10ാം ക്ലാസ്സുകാരിയുടെ അമ്മയും കുഞ്ഞും ചിത്രം കണ്ടാണ് കാസർകോട്ടുകാരൻ യൂസഫ് നൌഷാദ് ഒന്നു നിന്നത്. അങ്ങ് വെറുതെ നിന്നതല്ല, കുഞ്ഞിനെയും എടുത്തുകൊണ്ട്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗം പെൻസിൽ ഡ്രോയിങ്, ജലച്ഛായം, ഓയിൽ പെയിന്റിംഗ് എന്നീ 3 മത്സരങ്ങളിലെയും ഹാട്രിക് വിജയത്തിന്റെ ആഹ്ലാദത്തിലാണ് കലോത്സവത്തിന് വേദിയായ ആശ്രാമം മൈതാനത്തിരുന്ന് മാനസയുടെ വര. മത്സരം കാണാനും ജ്യൂസും ഐസ്ക്രീമും വിൽക്കാനുമാണ് നൌഷാദ് ഭാര്യയും കുഞ്ഞിനെയും കൂട്ടി കൊല്ലത്തെത്തിയത്. മാനസയുടെ ഭംഗിയാർന്ന വര കണ്ടതും നൌഷാദും കുടുംബവും ഡബിൾ ഹാപ്പി. കൊള്ളായിരുന്നു കേട്ടോ, പടം അടിപൊളിയായിരുന്നു. നിഹാൻ, മുഹമ്മദ് നിഹാൻ. ഇത് എത്ര വർഷമായി ഇത് പരിപാടി ഇങ്ങനെ വരയ്ക്കാൻ തുടങ്ങിയിട്ട്? 3 വയസ്സ് തൊട്ട് വരയ്ക്കാണോ? കൊള്ളാട്ടോ, അടിപൊളിയായിരുന്നു. ആലപ്പുഴ ഹരിപ്പാട് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനിയായ മാനസ മുൻ വർഷങ്ങളിലും നേട്ടം കൈവരിച്ചിട്ടുണ്ട്. ഓട്ടോറിക്ഷ ഡ്രൈവറായ മുരുകനും വിദ്യാഭ്യാസ വകുപ്പ് ജീവനക്കാരിയായ ജയകുമാരിയും കുഞ്ഞനുജൻ മയൂക് സാക്കറും വലിയ പിന്തുണയാണ് മാനസയ്ക്ക് നൽകുന്നത്. ഇന്ത്യൻ പ്രസിഡന്റ് അടുത്ത് പോയി അവിടെ ഒന്ന് ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു. കേന്ദ്രമന്ത്രി ആർ.കെ. സിംഗ് അവർക്ക് ദേശീയ പുരസ്കാരം സമ്മാനിച്ചു. അത് വളരെ സന്തോഷം. അച്ഛനാണ് അവർക്ക് എല്ലാം സപ്പോർട്ടായിട്ട് നിൽക്കുന്നത്. എനിക്ക് മിക്ക സമയത്തും അവിടെ കൂടെ ഇതുപോലുള്ള പരിപാടിക്കൊക്കെ പോകാൻ ഇവരോടൊപ്പം കൂടാൻ പറ്റാതൊക്കെ വന്നിട്ടുണ്ട്. എങ്കിലും മാക്സിമം ഞാനും പോകാൻ നോക്കാറുണ്ട്. കേരള വനം വന്യജീവി വകുപ്പ് സംഘടിപ്പിച്ച മത്സരത്തിലും കേന്ദ്ര ഊർജ വകുപ്പ് സംഘടിപ്പിച്ച ദേശീയ ചിത്രരചന മത്സരത്തിലും മിന്നുന്ന നേട്ടം സ്വന്തമാക്കാനായി. ഈ മത്സരത്തിൽ രാജ്യത്തു നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 13 വിദ്യാർത്ഥികളിൽ ഒരാളാണ് മാനസ. ഇതേ മത്സരത്തിൽ ദക്ഷിണേന്ത്യയിൽ തന്നെ പുരസ്കാരത്തിന് അർഹയായ ഏക വിദ്യാർത്ഥിനി എന്ന നേട്ടവും ഈ 10ാം ക്ലാസ്സുകാരിക്ക് തന്നെ. മാനസമീരയുടെ അമ്മയും കുഞ്ഞും ചിത്രം കാണാനായതിന്റെ സന്തോഷത്തിലാണ് കാസർകോടുകാരൻ നൌഷാദ്. കൊല്ലത്തെ കലോത്സവ വേദിയിൽ നിന്നും ക്യാമറമാൻ ബിനോജ് പി സോമനോടൊപ്പം സുബിൻ കൃഷ്ണ ഷോപ്പ്, കൈരളി ന്യൂസ്.